സുഹൃത്തുക്കളെ, സിന്ധു എന്നാണ് പേര്. അതൊരു അഭിമാനമായി തന്നെയാണ് കാണുന്നത്. അതിപുരാതനവും സമ്പന്നവുമായ ഒരു സംസ്കാരത്തിന്റെ കളിത്തൊട്ടിലാവാൻ കഴിഞ്ഞ തീരങ്ങളുള്ള ഒരു മഹാനദിയുടെ പേരും അതിൽ നിന്ന് ഉരുവം കൊണ്ട ഹിന്ദു സംസ്കാരവും അഭിമാനമായി കരുതണമെങ്കിൽ അത് നമുക്ക് തന്നവരെ അവരെക്കുറിച്ച് അഭിമാനമുണ്ടായിരിക്കണം. ആ പേര് തന്നവർ ഈ പ്രപഞ്ച ചൈതന്യമായ പരമാത്മാവിൻ്റെ സ്ഫുരണമായ ജീവാത്മാവിനെ അതിൻ്റെ കർമ്മങ്ങൾ തീർക്കാൻ വേണ്ടി അതിൻ്റെ ഒരു ഉപകരണമായി ഈ ശരീരത്തെ സൃഷ്ടിച്ച പാതിമെയ്യായ പിതാവിനോടും പാതിമെയ്യായ മാതാവിനോടും അതിനും പിന്നിലേക്കുള്ള ആ പരമ്പരകളോടും അദമ്യമായ കൃതജ്ഞതയും സ്നേഹഭക്തിയും ഉണ്ടായിരിക്കണം. അപ്പോഴാണ് സിന്ധു എന്ന പേരിൻ്റെ അർത്ഥവ്യാപ്തി ഉണ്ടാവുക. സിന്ധു എന്താണെന്ന് അറിയണമെങ്കിൽ ഗംഗയിലും യമുനയിലും കാവേരിയിലും പമ്പയിലും പാപനാശിനിയിലുമൊക്കെ മുങ്ങി നിവരുമ്പോൾ ആ പിതൃപരമ്പരയുടെ ഒരു മഹാസ്പന്ദനം നമ്മളിൽ കൂടെ കടന്നു പോകണം. ഇതൊന്നുമില്ലാത്തവർക്ക് സിന്ധു എന്നത് രേഖകളിലെ വെറും ഒരു പേര് മാത്രമാണ്, ഒരു തിരിച്ചറിയൽ രേഖ. അവർ പണത്തിനും പ്രശസ്തിക്കും വേണ്ടി ആ പേര് വെച്ചുകൊണ്ട് അവരെന്തും ചെയ്യും. അത്തരത്തിലുള്ള ഉദരനിമിത്തം ബഹുകൃത വേഷം നടത്തുന്ന ഒരു മാപ്രയുടെ വിലാപമാണ് നാം ഏഷ്യാനെറ്റിലെ കവർ സ്റ്റോറിയിൽ കണ്ടത്. അവർ സിന്ധു എന്ന പേര് വെച്ചുകൊണ്ട് ഭാരതം എന്ന് കേൾക്കുമ്പോൾ, ദേശീയത എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ സനാതനം എന്ന് കേൾക്കുമ്പോൾ അവർക്ക് ചുവപ്പ് കണ്ട കാളയെ പോലെയാണ്. ഏഷ്യാനെറ്റിനും അതെ, അതിലെ കൂലിച്ചെലപ്പുകാരായ മാപ്രകൾക്കും അതെ. അവർക്ക് ഇതൊക്കെയും എതിർക്കപ്പെടേണ്ട ചില വാക്കുകൾ മാത്രമാണ്, അല്ലെങ്കിൽ ആശയങ്ങൾ മാത്രമാണ്. അവരുടെ വ്യക്തിത്വവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു തരം വെറും സാംസ്കാരിക കൂട്ടിക്കൊടുപ്പും രാഷ്ട്രീയ കൂട്ടിക്കൊടുപ്പും ശീലമാക്കിയ വെറും കൂലിച്ചിലപ്പുകാരായ മാപ്രകൾ മാത്രം. ഈ കൂലിച്ചിലപ്പുകാർ ഇവർ അറിയേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഈ കുഞ്ഞു കേരളത്തിലെ കാലടിയിൽ നിന്നാണ് ഒരു ബാലൻ ഈ ലോകം വെട്ടിപ്പിടിക്കാൻ വാഗ്വാദങ്ങളിലൂടെയും ജ്ഞാനയജ്ഞങ്ങളിലൂടെയും ഈ ലോകം വെട്ടിപ്പിടിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. ആ ജഗദ്ഗുരു ശങ്കരാചാര്യരാണ് എല്ലാ പാരമ്പര്യങ്ങളെയും എല്ലാ പരമ്പരകളെയും സമ്പ്രദായങ്ങളെയും അദ്വൈതം എന്ന മഹാസാഗരത്തിലേക്ക് വഴിതിരിച്ചു വിട്ടത്. ആ ഒരു സംസ്കാരം കേരളത്തിനുണ്ട് എന്നുള്ളത് ഈ കൂലിച്ചിലപ്പുകാരായ മാപ്രകൾ തിരിച്ചറിയാതെ പോകരുത്. ചുവപ്പും കാവിയുമൊക്കെ ധരിച്ചുകൊണ്ട് കൊടുങ്ങല്ലൂരും പഴനിയും കാശിയും ഒക്കെ പോയിരുന്ന ഗാർഹസ്ഥ്യവും വാനപ്രസ്ഥവും സന്യാസവും ഒന്നും കേരളത്തിന് അന്യമല്ല. CPM ഭരിച്ചതുകൊണ്ടോ, കേരള സാർ 100% ലിറ്ററസി സാർ എന്ന് പറഞ്ഞതുകൊണ്ടോ ഇതൊക്കെ എടുത്തങ്ങ് അട്ടത്ത് വെക്കണം. ആ തലമുറയെ അങ്ങ് മറന്നു കളയണം. കാവി പാടില്ല, നമുക്ക് കൊടുങ്ങല്ലൂർ പാടില്ല, കാശി പാടില്ല, പഴനി പാടില്ല, കുംഭമേള പാടില്ല എന്നുള്ള തിട്ടൂരമൊക്കെ മാപ്രകൾ എടുത്തങ്ങ് അട്ടത്ത് വെച്ചേക്കണം. ഈ ലിബറൽ മാപ്രച്ചി ഉണ്ടല്ലോ, ഇവിടെ BJP വളരുന്നു എന്നുള്ളതാണ് അവരുടെ നിലവിളി. ഇവർ ഈ നിലവിളിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ നിലവിളി കേട്ടിട്ടെങ്കിലും പിണറായി വിജയനും VD സതീശനുമൊക്കെ ദേശീയതയുടെ കടക്കൽ കത്തിവെക്കണം. ഇവിടെ ഹിന്ദുത്വം എങ്ങാനും ഒരുമിച്ച് ഈ കുംഭമേളയിലെത്തി അതിൻ്റെ ആ വിരാട് രൂപം കണ്ടിട്ട് ഹിന്ദുത്വം ഇതാ ഇവിടെ കേരളത്തിൽ ഇതാ വളരുന്നേ എന്നുള്ള നിലവിളി കേട്ടുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഓടിക്കൂടി ഈ ഒരു അരാജകത്തെ ലിബറലിസ്റ്റയും കമ്മ്യൂണിസ്റ്റയും ജിഹാദിസ്റ്റയൊക്കെ ഒന്ന് വളർത്തണം.
ഇവിടുത്തെ കാവും കുളവും കുലദേവതയും ഒക്കെ നശിപ്പിച്ചിട്ട് ഇടത് എക്കോസിസ്റ്റവും ശാസ്ത്ര പരീക്ഷകളും എല്ലാം കൂടി വേരുകളില്ലാതാക്കിയ ഒരു തലമുറ ഉണ്ടിവിടെ. ആ തലമുറയെ ഡ്രഗ് അഡിക്റ്റുകളാക്കാൻ വേണ്ടി ഈ മട്ടാഞ്ചേരി മാഫിയയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആ നടിയുണ്ടല്ലോ, ആ ഒരു ലിബറൽ വോക്കിസ്റ്റ് താരം, അവര് നടത്തിയ ഡ്രഗ് പാർട്ടിയെ പറ്റി വാർത്തകൾ വന്നപ്പോൾ ഏഷ്യാനെറ്റ് എന്താ ചെയ്തത്? അവർക്ക് അവരുടെ നിരപരാധിത്വം വിളിച്ചു പറയാൻ വേണ്ടി കസേര ഇട്ട് കൊടുത്തു ഏഷ്യാനെറ്റ്. എന്നിട്ട് വളരെ ആനന്ദാതിരേകത്തോടെ ആരാധനയോടെ നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു, അയ്യോ, ഞങ്ങൾ ഏഷ്യാനെറ്റ് നിങ്ങളോട് അങ്ങനെ ചെയ്തിട്ടില്ല, ഞങ്ങൾ ആ വാർത്ത പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതാണ് പുതിയ തലമുറയോട് വളർന്നു വരുന്നവരോട് ഏഷ്യാനെറ്റിനുള്ള അവരുടെ എന്താ പറയേണ്ടത് കടപ്പാട്. അവർ ഈ തലമുറയോട് ചെയ്യുന്നത് ഇതാണ്. കൊച്ചിയിലെ ഒരു വലിയ ഡ്രഗ് പാർട്ടിയെക്കുറിച്ചുള്ള ആ വിവരം, ആ വാർത്ത അവർ കൊടുത്തില്ല. കാരണം ആ നടിയാണ് അതിൻ്റെ തലപ്പത്ത് എന്നുള്ളതുകൊണ്ട്. എല്ലാവരും ചേർന്ന് അത് തേച്ചു മാച്ച് കളഞ്ഞിട്ടുണ്ടാവും. ഈ മാപ്ര പറഞ്ഞു കരയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ചുറ്റുമുള്ള ഒരു 10 പേരെങ്കിലും കുംഭമേളയ്ക്ക് പോയിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഈ മാപ്രയ്ക്ക് എത്ര പേർ ഹജ്ജിന് പോകുന്നുണ്ട് എന്നറിയോ? ഈ മാപ്ര അവിടെ പോയി ചെകുത്താനെ കല്ലെറിയുന്നതും വത്തിക്കാനിൽ വാഴ്ത്തപ്പെടുന്നതുമൊക്കെ കഴിയുന്നത്ര പ്രാധാന്യത്തോടുകൂടി ലൈവ് കൊടുക്കാൻ നോക്കും. പക്ഷേ കുംഭമേള എന്ന് കേട്ടാൽ തന്നെ അവർക്ക് ഷവറിന്റെ ചോട്ടിലും കൂടെ ചൊറിയും. ഇതാണ് മാപ്രകളുടെ സംസ്കാരം എന്ന് പറയുന്നത്. എന്തായാലും ഹിന്ദുത്വം കേരളത്തിൽ വേരുപിടിക്കുന്നേ എന്നാണല്ലോ ഇപ്പോഴത്തെ നിലവിളി. ഹിന്ദുത്വം എന്തായാലും കേരളത്തിൽ പ്രകടമായി കൊണ്ടിരിക്കുന്നതും നിലവിലുള്ള സന്യാസ പരമ്പരകളെയും ആശ്രമങ്ങളെയും ഏകീകരിച്ച് പ്രവർത്തിക്കാൻ ജൂന അഖാഡയുടെ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി കേരളത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വാർത്തയും ആവേശകരമായി നാം ഏറ്റെടുക്കേണ്ടതാണ്. അപ്പോൾ ഇനി ഹിന്ദുത്വത്തിൻ്റെ മഹാമേളകൾ കേരളം കാണാൻ പോകുന്നേ ഉള്ളൂ എന്ന് നമുക്ക് ആശിക്കാം. സ്വത്വബോധമില്ലാത്ത സിന്ധുക്കൾ ഈ മണ്ണിനെ തള്ളിപ്പറയുമ്പോൾ സ്വാഭിമാനികളായ സിന്ധുക്കൾക്ക് ഈ കാവി മണ്ണിനെ വാരി പുണരാം, ചേർത്ത് പിടിക്കാം. രാഷ്ട്രായ സ്വാഹ ഇദം നമഃ.